ഗെയിമിംഗ് വേൾഡിനെ മാറ്റിമറിച്ച ഒരു വീഡിയോ കൺസോൾ ആയിരുന്നു ഗെയിം ബോയ്. ഓ അതല്ല ഇത്. ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് സ്റ്റോറി ബിഹൈൻഡ് ദിസ് ലിറ്റിൽ ഗ്രീൻ സ്ക്രീൻ ലെജൻഡ്. ഇൻ 1989 വേൾഡിലെ ആദ്യത്തെ ഗെയിം ബോയ് റിലീസായത്. ആൻഡ് ദ ഗായ് ബിഹൈൻഡ് ദിസ് ഗെയിം ബോയ് വാസ് എ മെയിൻ്റെനൻസ് മാൻ. ഗെയിമിംഗ് കമ്പനിയായ നിൻറ്റെൻഡോയിൽ മെയിൻ്റെനൻസ് ഗായ് ആയി കരിയർ സ്റ്റാർട്ട് ചെയ്ത യോങ്കോയ് ഗുൻപിയാണ് ഗെയിം ബോയ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്തെന്നാൽ വെറും AA ബാറ്ററീസിൽ 30 hours റണ്ണിങ് ടൈമാണ് ഈ ഗെയിം ബോയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തെ സ്മാർട്ട് ഫോണിനെക്കാളും ബെറ്റർ ഫീച്ചർ. ആ ടൈമിൽ ഫേമസ് ആയ ടെട്രിസ് ഗെയിം ആഡ് ചെയ്യുകയും കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ മേടിക്കുകയും ഓവർ 100 million യൂണിറ്റ്സ് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു. അനദർ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്തെന്നാൽ ഇൻ 1991 US നടന്ന ബോംബിങ്ങിൽ സർവൈവർ കൂടിയാണ് ഗെയിം ബോയ്. ബോംബിങ്ങിൽ ഗെയിം ബോയ് മെൽറ്റ് ആയെങ്കിലും സ്റ്റിൽ വർക്കിംഗ് കണ്ടീഷനാണ്. ഇൻ 1998 കമ്പനി ഇതിൻ്റെ എക്സ്ട്രാ ആക്സസറീസായി ഒരു ക്യാമറയും പ്രിൻ്ററും ഡിസൈൻ ചെയ്തു. ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള പ്രൈമറി ക്യാമറയും സെക്കൻഡറി ക്യാമറ പോലെയായിരുന്നു ആ സിംഗിൾ ക്യാമറ. 2.5 മോണോക്രോം LCD ഡിസ്പ്ലേ ആണ് ഗെയിം ബോയ്ക്കുള്ളത്. ലേറ്റർ ഇതിന്റെ കളർ വെർഷനും റിലീസ് ചെയ്തു. ഇന്റർചേഞ്ചബിൾ കാട്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് ഗെയിംസ് അവൈലബിൾ ആയിരുന്നു ഗെയിം ബോയിൽ. അനദർ ഫാക്ട് എന്നാൽ ഒരു ലിങ്ക് കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ മൾട്ടിപ്ലെയർ ഗെയിംസും കളിക്കാമായിരുന്നു. ഇത്തരം ഫീച്ചേഴ്സും ലെഗസിയുമായ ഗെയിം ബോയുടെ പ്രൈസും അതുപോലെ തന്നെ ഡിമാൻഡഡ് ആയിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ ചൈനീസ് കമ്പനി ഇതിന്റെ ക്ലോൺ വെർഷൻ ഇറക്കി ആൻഡ് ഈസ് കോൾഡ് ബ്രിക് ഗെയിം. അമേരിക്കയിൽ നിന്ന് ഗെയിം ബോയ് കേരളത്തിലെത്താൻ കുറെ ടൈം എടുത്തെങ്കിലും ബ്രിക് ഗെയിം അതിനു മുമ്പ് കേരളത്തിൽ ഫേമസ് ആയി. പണ്ട് ഉത്സവത്തിനും പള്ളി പെരുന്നാളിനും ഇത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച ഒരു കാലവും ഉണ്ടായിരുന്നു. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ആൻഹെൽഡ് ഗെയിം കൺസോൾ ഗെയിം ബോയ് അല്ല. 1976 ലോകത്തിലെ ആദ്യത്തെ ആൻഹെൽഡ് ഇലക്ട്രിക് ഗെയിം കൺസോൾ കണ്ടുപിടിച്ചത്. ഓട്ടോ റേസ് എന്ന സിംഗിൾ ഗെയിം ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഗെയിമിംഗ് വേൾഡ് ഒരു കൈക്കുള്ളിൽ എന്നുള്ള ഐഡിയ ഈ ഇൻവെൻഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഇൻവെൻഷനിൽ നിന്നാണ് നോക്കിയ, സോണി അല്ലെങ്കിൽ മറ്റ് വീഡിയോ ഡെവലപ്പിംഗ് കമ്പനീസ് ഇത് ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന PS5 മറ്റ് വീഡിയോ കൺസോളും അതുപോലെ ഗെയിമിംഗ് ഡിവൈസുകൾ ഡെവലപ്പ് ചെയ്തത്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ഈ ഡിവൈസിലുമുണ്ട് ഈ ഗെയിമിംഗ് ഫീച്ചേഴ്സ്. അതുമാത്രമല്ല ഇൻ 1993 സ്പേസിൽ പോകാനും ഗെയിം ബോയ്ക്ക് ഭാഗ്യമുണ്ടായി. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോ കൺസോൾ ഏതാ? ഇതുപോലുള്ള ഗെയിമിംഗ് ഫാൻസിനായി സബ്സ്ക്രൈബ് അവർ ചാനൽ.